ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എന്നോട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതായത് ടീച്ചിങ് വാക്കൻസീസ് നമ്മുടെ ഇവിടെ വരുവാണെങ്കിൽ അത് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ജില്ലകളിലും വന്നിരിക്കുന്ന ടീച്ചിങ് വാക്കൻസിയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതാത് ജില്ലക്കാർക്ക് അതായത് ടീച്ചിങ് വാക്കൻസി ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം താല്പര്യമുള്ള പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതുപോലത്തെ ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് വരുന്നുണ്ട്. അത് നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് തൃശ്ശൂർ കാറളം VHSC സ്കൂളിലോട്ടാണ്. അതിൽ ഹിന്ദി, ഇംഗ്ലീഷ് അതുപോലെ തന്നെ LPST തസ്തികയിലേക്കാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. ഇതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെയിൽ ID നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള CV ഈ കാണുന്ന മെയിൽ ID സെൻഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ വേക്കൻസി വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. MES മമ്പാട് കോളേജിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ന്യൂട്രീഷൻ സയൻസ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഏവിയേഷൻ, ഫുഡ് ടെക്നോളജി, ഫുഡ് മൈക്രോബയോളജി, ഫുഡ് എഞ്ചിനീയറിംഗ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ജിയോളജി, റിമോട്ട് സെൻസിംഗ്, അറബിക്, മലയാളം, മൾട്ടിമീഡിയ, ഫ്രഞ്ച്, കെമിസ്ട്രി ഇത്രയും വിഷയങ്ങളിലാണ് ഗസ്റ്റ് ലെക്ചറിൻ്റെ പോസ്റ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ID ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു മെയിൽ ID നിങ്ങളുടെ റെസ്യൂം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏപ്രിൽ 30 അതായത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്നത്തേക്കുള്ളിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കടവത്തൂർ NIA കോളേജിലാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. അറബിക്, ഇംഗ്ലീഷ് വിഷയങ്ങളിലാണ് ഗസ്റ്റ് ലെക്ചേഴ്സിനെ നിയമിക്കുന്നത്. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. നെറ്റ് PhD യോഗ്യതയുള്ളവർക്കാണ് മുൻഗണന. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് മെയ് 8 ഉച്ചതിരിഞ്ഞ് 12 മണിക്കാണ് കോളേജ് ഓഫീസിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിന് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഡയറക്റ്റായിട്ട് ആ ഒരു കോളേജിൽ ആ ഒരു ടൈമിൽ മെയ് 8 12 മണിക്കാണ് ആ ഒരു ടൈമിൽ ഇൻ്റർവ്യൂവിനായിട്ട് അപ്പിയർ ചെയ്താൽ മതി. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് ലോ കോളേജ് ടീച്ചേഴ്സിൻ്റെ വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് സർക്കാർ ലോ കോളേജിലാണ് നിയമനം വന്നിരിക്കുന്നത്. മാനേജ്മെൻറ്റ് ഇംഗ്ലീഷ് വിഷയങ്ങളിലാണ് ഗസ്റ്റ് ലെക്ചേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു കോളേജിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഗസ്റ്റ് പാനലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നെറ്റ് യോഗ്യത ഉള്ളവർക്കാണ് കൂടുതൽ കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അതെല്ലാം മറ്റുള്ളവരെയും പരിഗണിക്കുന്നതായിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന മെയിൽ ID കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഗസ്റ്റ് പോസ്റ്റിൻ്റെ ആ ഒരു അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു അപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പഠിച്ചിരിക്കുന്ന ആ കോപ്പീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ കാണുന്ന മെയിൽ ID മെയിൽ അയക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 5 അപേക്ഷ സമർപ്പിച്ചവർ നിയമവിഷയത്തിന് മെയ് 12, 13 തീയതികളിലായിട്ടായിരിക്കും ഇൻ്റർവ്യൂ. മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ മെയ് 15 ഇൻ്റർവ്യൂ വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിൽ മെയ് 16 ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പോസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഡീറ്റെയിൽസ് വായിച്ചതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിലവിൽ ഇത്രയും ടീച്ചിങ് വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ വാക്കൻസീസ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിൽ ഷുവറായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ജോബിൻ്റെ വാക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.